മുഖ്തസർ 4 ഷാരിഹ് റഹിമഹുല്ലാ ഇസ്ബാഹ് അഥവാ മുത്തവ്വലിനെ അവർ ചുരുക്കാൻ ആവശ്യപ്പെട്ടതില്ലെന്ന് പിന്മാറാനുള്ള കാരണത്തിൽ നിന്ന് രണ്ടാമത്തത് പറയുന്നു. ഒന്നാമത്തെ കാരണം ഇൽമം മിന്നി ബിഅന്ന മുസ്തഹ്സന ഇത്തിബാഇ ബിഅസ്രിഹാ വമഖ്ബൂലൽ അസ്മാഇ അൻ ആഖിരിഹാ, എല്ലാവർക്കും തൃപ്തികരമായ ഒരു കിതാബ് രചിക്കൽ എന്നത് മനുഷ്യ കുദ്റത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇഖ്തിസാറിന് വേണ്ടി ഒരുങ്ങുന്നില്ല. രണ്ടാമത്തെ കാരണം വഅന്ന ഹാദൽ ഫന്ന തൽഖീസുൽ മിഫ്താഹിൽ ഉൾക്കൊണ്ട ഫന്ന്, ആ വിഷയം ഖദ് നലബൽ യൗമ മാഉഹു, ഇവർ കിതാബിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ അതിന്റെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. ഫസാറ ജിദാലൻ ബിലാ അസരിൻ, അതൊരു ഫലവുമില്ലാത്ത തർക്കമായി മാറിയിട്ടുണ്ട്. ഫസാറ, ആ ഫന്നായി, ജിദാലൻ ബിലാ അസരിൻ, തർക്കമില്ലാത്ത ഫലമില്ലാത്ത ഒരു തർക്കമായി മാറി. അപ്പോൾ വെള്ളം വറ്റിപ്പോയി എന്നാ പറഞ്ഞത്. ഈ വിഷയത്തിന്റെ തൽഖീസുൽ മിഫ്താഹിലുള്ള മസായിലുകളുടെ വെള്ളം വറ്റിപ്പോയി എന്നാണ് അവിടെ നല്ല ഇസ്തിആറത്തും തശ്ബീഹും എല്ലാം ഉൾക്കൊണ്ട ഒരു കലാമാണത്. ഇവിടെ ദസൂക്കി പറയുന്നത് ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഖൗലുഹു ഖദ് നലബൽ യൗമ മാഉഹു എന്ന് പറഞ്ഞോടത്ത് യുക്കാലു നലബൽ മാഉ യൻലുബു എന്ന് പറയും, കഅദ യഖഉദു എന്ന് പറയും പോലെ. ഇദാ ഖാറ, എന്താണ്, വെള്ളം താഴ്ന്നിറങ്ങിയാൽ. അപ്പോൾ ശബ്ബഹ സഹാബ ഹാദൽ ഫന്നി, ഈ ഫന്നിന്റെ പോവലിനെ, ഇല്ലായ്മയെ ഷാരിഹ് റഹിമഹുല്ലാ തശ്ബീഹാക്കിയത് ബിനുലൂബിൽ മായി, വെള്ളത്തിന്റെ വറ്റിപ്പോവലിനോട്. ഇസ്തിആറത്ത് തബഇയ്യത്താവുമ്പോൾ ആദ്യം മസ്തറിൽ എന്താവണം, ഇസ്തിആറത്ത് നടത്തണമെന്നും എല്ലാ ഉസ്താദുമാർക്കും അറിയാവുന്ന കാര്യമാണ്. ബിനുലൂബിൽ മായി വ ഖൗലിഹി, ഫഅല യഫ്ഉലു, ലാസിമായ ഫഅലയാവുമ്പോൾ ഫുഊലാണ് മസ്തർ വരിക അധികവും. വഫഅല ലാസിമു മിസ്ല കഅദ ലഹു ഫുഊലും ബിത്തിറാദിൻ കഖദാ. ബിനുലൂബിൽ മായി ബിജാമി അദമിൽ ഇന്തിഫാഇ, ഇന്തിഫാഇ ഇല്ല എന്ന ജാമി കൊണ്ട്. നുലൂബുൽ മാ, വെള്ളം വറ്റിപ്പോയാൽ ആ വെള്ളം കൊണ്ട് ഉപകാരം ഇല്ലാത്തതുപോലെ ഈ ഫന്നിന്റെ നശീകരണം കൊണ്ടും ഉപകാരമില്ലാതെയായി. അതിന്റെ കഴമ്പ് പൊയ്ക്കളഞ്ഞു, ഇല്ലാതെയായിട്ടുണ്ട്. വസ്തുഈറൻ നുലൂബുലി ദഹാബി, എന്നിട്ട് ദഹാബിന് നുലൂബിനെ ഇസ്തിആറത്ത് ചെയ്തു. ആദ്യം ഒരു ഇസ്തിആറത്ത് മസ്തറിൽ നടക്കണം, അതാണ് ഇസ്തിആറത്ത് തബഇയ്യത്ത്. വസ്തുക്ക മിനൻ നുലൂബി, അല്ലെങ്കിൽ വസ്തക്ക, മുസന്നിഫ് ഇസ്തിഖാഖ് ചെയ്തു, മിനൻ നുലൂബി, നുലൂബിൽ നിന്ന് നലബനെയും, ബിമാന ദഹബ, ദഹബന്റെ മാനാക്ക്. അപ്പൊ നലബ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശാർത്ഥം പോയി എന്നാണ്. ദഹബ, ഖദ് നലബ, പോയി, അൽ യൗമ, നുലൂബിനോട് തശ്ബീഹാക്കിയതാണ്. അതായത് ദഹബക്ക് വേണ്ടി നലബനം പറഞ്ഞു, പോയി എന്നാണ് ഇവിടുത്തെ
ഉദ്ദേശം. അൽയോമ ഇവര് കിതാബിനെ ഇസ്ബാഹിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട ആ കാലഘട്ടം. മാഉഹു ഈ ഫന്നിന്റെ വെള്ളം പറ്റിപ്പോയി. അപ്പൊ മാ എന്ന് പറഞ്ഞത് വൽ മാഉ തർശീഹുൻ ഇമ്മാ ബാക്കിൻ അലാ ഹഖീഖത്തിഹി ദസൂക്കി പറയുകയാണ്. മാഇന് അതിന്റെ ഹക്കീക്കിയായ മാന വെക്കാം. വെള്ളം ആ ഫന്നിന്റെ വെള്ളം വറ്റിപ്പോയി, അല്ലെങ്കിൽ ഔ മുസ്തആറുൻ ലി മസാഇലി ഹാദൽ ഫന്നി ഈ ഫന്നിന്റെ മസായിലിന് ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടതാവുക. അപ്പോൾ ഖദ് നളബൽ യൗമ ഇവര് കിതാബിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇല്ലാതെയായിട്ടുണ്ട് മാഉഹു ഈ ഫന്നിന്റെ മസ്അലകൾ ഇല്ലാതെയായിട്ടുണ്ട്. അത് പോയിട്ടുണ്ട്, എവിടെയോ പോയിട്ടുണ്ട്. ഫസാറ ജിദാലൻ ബിലാ അസരിൻ അത് ഫായിദയില്ലാത്ത ഒരു തർക്കമായി മാറിയിട്ടുണ്ട് എന്നാവും അർത്ഥം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ദസൂക്ക് പറയുകയാണ് ഔ ശബ്ബഹ മസായിലൽ ഫന്നി ഈ ഫന്നിലുള്ള മസ്അലകളെ അന്നഫീസത്ത നഫീസായ മസ്അലകളെ ശാരിഹ് റഹ്മഹുല്ലാ തശ്ബീഹാക്കി ബിൽ മാഇനോട് തശ്ബീഹാക്കി. അപ്പൊ മായിലാണ് ഇസ്തിആറത്ത് നടന്നത്. അപ്പോൾ ഈ ഫന്നിന്റെ മസ്അലകൾ പോയി എന്നാവും. അത് നേരത്തെ പറഞ്ഞു. അവിടെ മാവുന്റെ ഹക്കീക്കിയ മാന വെറും വെള്ളം എന്ന അർത്ഥം വെക്കാം. ഏത് നളബയിൽ ഇസ്തിആറത്ത് നടക്കുമ്പോൾ. പിന്നെ മസായിലിന് വേണ്ടി ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടതും ആവാം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഔ ശബ്ബഹ മസായിലൽ ഫന്നി ഈ ഫന്നിലുള്ള മസ്അലകളെ തശ്ബീഹാക്കിയ നഫീസായ മസ്അലകളെ ബിൽ മാഇനോട് തശ്ബീഹാക്കുക. അതെങ്ങനെ മാഇനോട് തശ്ബീഹാക്കല്? മാവും ഈ മസ്അലയും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിജാമി അന്ന കുല്ലൻ സബബും ഫിൽ ഹയാത്തി വെള്ളവും ഇൽമും രണ്ടും ഹയാത്തിൽ സബബാണ്. ജീവിക്കണമെങ്കിൽ വെള്ളവും വേണം, ഇൽമും വേണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അപ്പൊ മായിലാണ് ഇസ്തിആറത്ത് നടന്നത്. മാ കൊണ്ടുള്ള ഉദ്ദേശം മസായില് ഹാദൽ ഫന്ന് ഈ ഫന്നിന്റെ മസ്അലകൾ പോയി എന്നാവും. വറ്റിപ്പോയി, മസ്അലകൾ വറ്റിപ്പോയി എന്നാവും. ഈ ഫന്നിന്റെ മസ്അലകൾ വറ്റിപ്പോയി. എന്നിട്ട് വസ്തആറ ഇസ്മൽ മുശബ്ബഹി ബിഹി മുശബ്ബഹ് ബിഹിയുടെ ഇസ്മായ മാഇനെ ഇസ്തിആറത്ത് ചെയ്തു ലിൽ മുശബ്ബഹി മുശബ്ബഹായ മസായിലിന് അലാ ത്വരീഖിൽ ഇസ്തിആറത്തിൽ മുസറഹത്തി. അപ്പൊ ഇസ്തിആറത്ത് മുസറഹ. വനളബ എന്നുള്ളത് തെർശീഹും ആകും. വനളബ തെർശീഹുൻ അതായത് മുശബ്ബഹ് ബിഹിയായ മാഇന്റെ മുലായിമിൽപ്പെട്ടതാണ് നളബ. ഇൽമു വറ്റുകയില്ലല്ലോ, വെള്ളാണ് വറ്റുക. അപ്പോൾ നളബക്ക് അവിടെ എന്ത് ചെയ്യാം? ഇമ്മാ ബാക്കിന്നലാ ഹഖീഖത്തിഹി അതിന് വറ്റി എന്ന് തന്നെ മാന വെക്കാം. ഔ മുസ്തആറുൻ ലി ദഹബക്ക് ഇസ്തിആർ ചെയ്യപ്പെട്ടതുമാവാം. അപ്പൊ ഒന്നിരിക്കൽ നളബനെ ദഹബനോട് ദഹബനെ നളബയോട് തശ്ബീഹാക്കിയിട്ട് മാഉഹു എന്നത് മുറശഹത്താവാം. അല്ലെങ്കിൽ മാഉഹു എന്നിനെ അപ്പോൾ മാഉഹു എന്നതിന് മാഇന് ഹക്കീക്കിയായ മാനയോ അല്ലെങ്കിൽ മജാസിയായ മാനയോ വെക്കാം. മസായില് ഉദ്ദേശിക്കാം. അതല്ലെങ്കിൽ മാഉഹു എന്നതിനെ മസായിലിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയായ മാഇനെ പറഞ്ഞു. ആ മുശബ്ബഹ് ബിഹിന്റെ മുലായിമായ നളബനെയും പറഞ്ഞു. അപ്പോൾ നളബക്ക് അതിന്റെ ഹക്കീക്കിയായ മഅനയും വെക്കാം. ദഹബ എന്നതിന് ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടത് മജാസും ആക്കാം. മജാസ് ഇങ്ങനെയാണ് ഇപ്പൊ ദസൂക്കി പറയുന്നത്. ഖദ് നളബൽ യൗമ മാഉഹു. അപ്പോൾ അവര് ശറഹിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ
വറ്റിപ്പോയിട്ടുണ്ട് മാഉഹു ഈ ഫന്നിന്റെ മസ്അലകൾ വറ്റിപ്പോയിട്ടുണ്ട് എന്നാവും അർത്ഥം. പിന്നെ അപ്പോ നളബ തർശീഹുൻ മാഇനെ മസായിലിനോട് തശ്ബീഹാക്കുമ്പോൾ നളബ തെർശീഹാവും, ഇസ്തിആറത്ത് മുറശ്ശഹയാവും. മുസറഹക്കൊന്ന് ശക്തി കൂട്ടൽ, അതാണ് തെർശീഹ്. അപ്പോ നളബക്ക് അലാ ഇമ്മാ വാക്കിൻ അലാ ഹഖീഖത്തിഹി ഔ മുസ്തആറുൻ ലിദഹബ അലാ തരീഖി തബഇയ്യത്ത്. ഇപ്പോൾ രണ്ട് രൂപവും ഇസ്തിആറത്ത് തബഇയ്യത്തിന്റെ നിലക്കാണ്. ഇനി ഔ ശബ്ബഹൽ ഫന്ന, ശാരിഹ് റഹിമഹുല്ല ഈ ഫന്നിനെ എന്തിനോട് തശ്ബീഹാക്കി? ബിനഹ്രി, ഒരു പുഴയോട് തശ്ബീഹാക്കിയിട്ട് തശ്ബീഹൻ മുളുമറം ഫിൻ നഫ്സി, നഫ്സിൽ മറക്കപ്പെട്ട തശ്ബീഹ്. അപ്പോഴെന്ത് ചെയ്തു? ഒരു പുഴയോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹിനെ തന്നെ പറഞ്ഞത്, മുശബ്ബഹ് ബിഹിനെ പറഞ്ഞിട്ടില്ല. ഈ ഫന്നിനെ ഒരു നെഹറിനോട് തശ്ബീഹാക്കി. തശ്ബീഹൻ മുളുമറം ഫിൻ നഫ്സി അലാ തരീഖിൽ മക്നിയത്തി വൽ മാഉ തഖീലുൻ. അപ്പൊ മാ തഖീലാവാം. അപ്പൊ ഈ ഫന്നെന്താണ്? അന്നഹാദൽ ഫന്ന എന്നുള്ളതാണ് വിഷയം. ഈ ഫന്നിനെ എന്തിനോട് തശ്ബീഹാക്കി? ഒരു നെഹ്റിനോട്. ഈ പുഴ, ഈ ഫന്നാകുന്ന പുഴ ഖദ് നദബൽ യൗമ മാഉഹു, അതിന്റെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ മാഉ തഖീൽ, കാരണം മുശബ്ബഹ് ബിഹിയായ നെഹ്റിന്റെ ലാസിമാണ് വെള്ളം. ആ വെള്ളത്തിന് ആർക്ക് സാബിത്താക്കി? ഫന്നിന് സാബിത്താക്കി. ഫന്നിന് വെള്ളമുണ്ട് എന്ന് പറഞ്ഞു, അതാണ് തഖീൽ. അപ്പൊ ഫന്നിനെ നെഹ്റിനോട് തശ്ബീഹാക്കിയിട്ട് ആ മുശബ്ബഹിനെ തന്നെ പറഞ്ഞു. മുശബ്ബഹ് ബിഹിയുടെ ലാസിമായ മാഇനെ മുശബ്ബഹിനക്ക് സുബൂത്താക്കി. അപ്പൊ ഇസ്തിആറത്ത് തഖീലിയത്തുമായി. നുളൂബ് തെർശീഹുമാകും, കാരണം ഫന്നിനെ നെഹ്റിനോടല്ല തശ്ബീഹാക്കിയത്. അപ്പൊ മുശബ്ബഹ് ബിഹിന്റെ മുലായിമ ഏതാവും? നളബ, ഖദ് നളബ എന്ന് പറഞ്ഞതാകും മുശബ്ബഹ് ബിഹിയുടെ മുലായിമ, അത് തെർശീഹുമാവും. നുളൂബ് തെർശീഹ്, മാ തഖീല്. മാഉം പിന്നെ നുളൂബും ആർക്കുള്ളതാണ്? മുശബ്ബഹ് ബിഹിക്ക് ഉള്ളതാണ്. അപ്പോൾ ഇസ്തിആറത്തിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. വന്നഹാദൽ ഫന്ന, ഈ സമുദ്രമാകുന്ന ഫന്ന്, സമുദ്രതുല്യമായ ഫന്നാകുന്നത് ഖദ് നളബൽ യൗമ, ഇവര് കിതാബിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ വറ്റിപ്പോയിട്ടുണ്ട്. മാഉഹു, ആ സമുദ്രത്തിലുള്ള വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് എന്നാവും. അപ്പൊ നുളൂബും പിന്നെ തഖീലും ഇമ്മാ ബാക്കിയാനി അലാ ഹഖീഖത്തിഹിമ, അതിന് വറ്റി എന്നും വെള്ളം എന്നും തന്നെ വായന വെക്കാം. ലം യുക്സദ്, ആ വായന ലം യുക്സദ് ബിഹിമ ഇല്ലാ തക്വിയത്തുൽ ഇസ്തിആറത്തി, അല്ലെങ്കിൽ ലം യക്സിദ് ബിഹിമ ഇല്ലാ തക്വിയത്തുൽ ഇസ്തിആറത്തിനെ ശക്തിപ്പെടുത്തലല്ലാതെ അവിടെ കരുതിയിട്ടില്ല. എന്നിട്ട് ദസൂക്ക് പിന്നെയും പറയുന്നു, എന്ത്? അവിൽ മാഉ, അല്ലെങ്കിൽ വെള്ളം. ഈ മാ എന്നതിനെ ഖദ് നദബൽ യൗമ മാഉഹു എന്ന മാ, ഈ അവിൽ മാഉ മുസ്തആറു ലിൽ മസായിലി, മാഇനെ മസ്അലകൾക്ക് വായ്പ വാങ്ങപ്പെട്ടതാകാം. മാ എന്ന് പറഞ്ഞ മസ്അലകൾ. വന്നുളൂബു ലിദ്ദഹാബി, നുളൂബിനെ ദഹാബിനുക്കും. അപ്പൊ ഖദ് നളബ പോയി, അൽ യൗമ കിതാബിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. മാഉഹു, പിന്നെ ആ ഫന്നിന്റെ മസ്അലകൾ എന്തായിട്ടുണ്ട്? പോയിട്ടുണ്ട് എന്നാവും അർത്ഥം. ഇങ്ങനെ
പല നിലക്കും അവിടെ ഇസ്തിആറത്തും മക്നിയത്തും തഹീലിയത്തും ഒക്കെ ആക്കാം എന്നാണ് ഇപ്പൊ ദസൂക്കി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തെർക്കീബിന്റെ ഉദ്ദേശാർത്ഥം എന്താണ്? അന്ന ഹാദൽ ഇൽമ ഖദ് ദഹബ മസായിലുഹ, ഇതിന്റെ മസ്അലകൾ, നല്ല മസ്അലകളൊക്കെ പോയിട്ടുണ്ട്. മസ്അലകൾ പോകലെങ്ങനെ? ബിദഹാബി അഹ്ലി ഹാദൽ ഫന്നി, ഈ ഫന്നിന്റെ അഹ്ലുകാര്, ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ ഇന്ന് ഇല്ല. പിന്നെ ആവശ്യപ്പെട്ടവരാണെങ്കിലോ യഥാർത്ഥ ഉടമസ്ഥന്മാരുമല്ല എന്ന് പിന്നീട് മനസ്സിലാവും. അപ്പോൾ വന്നഹാദൽ ഫന്ന, ഈ ഫന്ന് ഖദ് നളബൽ യൗമ, ഇവര് കിതാബിന് ആവശ്യപ്പെട്ട സമയത്ത് തീർന്നു പോയിട്ടുണ്ട്. മാഉഹു, ആ ഫന്നിന്റെ വെള്ളം, അതായത് അതിന്റെ മസ്അലകൾ എന്നൊക്കെ പല ഈറാ തർക്കീബുകളും ഇപ്പോൾ പറഞ്ഞല്ലോ. വദഹബ റുവാഉഹു, ആ ഫന്നിന്റെ മുഖപ്രസന്നത പോയിക്കളഞ്ഞു. ഫആദ ഖിലാഫൻ ബിലാ സമർ, ഈ ഫന്ന് ഒരു ഫലവുമില്ലാത്ത തർക്കമായി മാറി. ജിദാലം ബിലാസർ എന്ന് ആദ്യം പറഞ്ഞു. ഫസാറ ജിദാലം ബിലാസർ, അവിടെ ഒന്ന് പറയാനുണ്ട്. ജിദാലെന്ന് പറഞ്ഞാൽ ആ ഫന്നിലുള്ള സംസാരം എന്ന തർക്കമായി പോയി എന്നർത്ഥം വെക്കണം. അല്ല, ഫന്ന് തർക്കാവൂലല്ലോ. ഫസാറ ജിദാൽ എന്ന് പറഞ്ഞാൽ ഐ സാറ തകല്ലുമു ഫീഹി ജിദാലൻ, അതിൽ സംസാരിക്കൽ തർക്കമായി. അല്ലെങ്കിൽ എന്ത് വെക്കണം? ഔ സാറൽ ഫന്നു മഹല്ല ജിദാലിൽ, ഈ ഫന്ന് തർക്കത്തിന്റെ മഹല്ലായി എന്നർത്ഥം വെക്കണം. ഇനി ഫന്ന് തർക്കമായി എന്നും പറയാം മുബാലഹത്തിന് വേണ്ടി. സെയ്ദുൻ ആദിൽ എന്നുള്ളോർത്ത് സെയ്ദുൻ അദ്ലുൻ എന്ന് പറയും. സെയ്ദ് നീതിയാണ് എന്നതുപോലെ ഫന്നിൽ തർക്കിക്കുന്നത് കൊണ്ട് ഫന്ന് തർക്കമായിട്ട് മാറി എന്നും അർത്ഥം വെക്കാവുന്നതാണ്. വദഹബ റുവാഉഹു ഫആദ ഖിലാഫൻ ബിലാ സമരിൻ. വദഹബ റുവാഉഹു, ഈ ഫന്നിന്റെ മുഖപ്രസന്നത നഷ്ടപ്പെട്ടു പോയി. ഫആദ, അങ്ങനെ ഈ ഫന്നായി മാറി. ഖിലാഫൻ ബിലാ സമരിൻ, ഒരു ഫായിദയും ഇല്ലാത്ത തർക്കമായി മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വാദമായി ഒരു വാദം മാത്രമായി മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അതെന്താണ്? ഫആദ ഖിലാഫൻ ബിലാ സമരിൻ, കായ്ക്കാത്തതായ സഫ്സാഫ് മരം പോലെയായിട്ടുണ്ട്. ചക്ക ഉണ്ടാകാത്ത പുലാവ് പോലെ, മാങ്ങ ഉണ്ടാവാത്ത മാവ് പോലെ, തേങ്ങയില്ലാത്ത ഉണ്ടാവാത്ത തെങ്ങ് പോലെ ആയി മാറി. തേങ്ങയുടെ ആവശ്യത്തിന് വേണ്ടി തെങ്ങും തൈ നട്ടാൽ ആ തെങ്ങിൽ നിന്ന് തേങ്ങ ഉണ്ടാവലാണ് ആവശ്യം. തേങ്ങ കായ്ക്കുന്നില്ല എങ്കിൽ തെങ്ങ് കൊണ്ട് കാര്യമില്ല. അപ്പോ ഉപകാരമില്ലാത്തൊരു ഇൽമായി മാറിപ്പോയിട്ടുണ്ട്. എത്രത്തോളം ഹത്താ ത്വാറത്ത്. ഇവിടെ ദഹബ റുവാഉഹു എന്ന് പറഞ്ഞു. ഈ ഫന്നിനെ ഒരു മനുഷ്യനോട് തശ്ബീഹാക്കിയിട്ട്, മനുഷ്യനാണല്ലോ മുഖപ്രസന്നതയ്ക്ക് ഉണ്ടാകല്. അലാ തരീഖിൽ മുസറഹത്ത്, ഈ ഫന്നിനെന്താണ്? ഒരു ഇൻസാനിനോട് തശ്ബീഹാക്കുക, മുഖപ്രസന്നതയുള്ള ഇൻസാനിനോട്. എന്ത് വിഷയത്തിൽ? എല്ലാത്തിലും ആഗ്രഹം പ്രകടിപ്പിക്കലുണ്ടാകും എന്ന വിഷയത്തിൽ. ഇസ്തിആറത്ത് മക്നിയത്തായിട്ട് ഫന്ന്. എന്നിട്ട് മുശബ്ബഹിനെ പറഞ്ഞു. വൈസുമാത്തു റുവായി, ഈ ഫന്നിനെന്തായി? ഒരു മുഖപ്രസന്നതയുള്ള ഇൻസാനിനോട് തശ്ബീഹാക്കിയിട്ട് ഫന്നിനെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇൻസാനിന്റെ ലാസിമായ റുവായിനെ മുശബ്ബഹായ ഫന്നിലേക്ക് ഇസ്ബാത്ത് ചെയ്തു. ഫന്നിനെ സുബൂത്താക്കിയത് തഹീരിയത്തും.
അവിടെ ഇറുവായിന് അതിന്റെ ഹക്കീക്കിയായ മാന വെക്കാം. അപ്പൊ പിന്നെ ഇസ്തിആറത്തിന് ശക്തിപ്പെടുത്തലേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ റുവായിന് മസായിലിന് വേണ്ടി വായ്പ വാങ്ങിയതാവാം. ഈ ഫന്നിന്റെ മസ്അലകളാണ് ഉദ്ദേശം. മുഖപ്രസന്നത എന്ന് പറഞ്ഞാൽ ആ ലത്തീഫായ മസ്അലകൾ. ഏതാ ലത്തീഫായ മസ്അലകള്? ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ മസ്അലകൾ. ഫആദ ഖിലാഫൻ ബിലാ സമരിൻ, ഒരു ഫായിദയില്ലാത്ത വെറും തർക്കമായി മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ അഹ്ലുകാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആവശ്യപ്പെട്ടവർ യഥാർത്ഥ അഹ്ലുകാരല്ലതാനും അവര് ആലോചിക്കാതെ ആവശ്യപ്പെട്ടതാണ്. അപ്പൊ എന്തായി അർത്ഥം? അന്നഹാദൽ ഫന്നായി ഫന്ന് ഖദ് നദബൽ യൗമമാഉഹു, ഇവര് കിതാബിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാഉഹു, അതിന്റെ കഴമ്പ്, അതിന്റെ വെള്ളം, ആ മസ്അലകൾ. ഫസാറ ജിദാലം ബിലാ അസരിൻ, ഒരു ഫായിദ ഇല്ലാത്ത തർക്കമായി മാറിയിട്ടുണ്ട്. അതിൽ സംസാരിക്കൽ തന്നെ തർക്കമായിട്ടുണ്ട്. ആ ഫന്നിന്റെ മുഖപ്രസന്നതകളും പോയി. ഫആദ ഖിലാഫൻ ബിലാ സമരിൻ, ഫായിദ ഇല്ലാത്ത തർക്കമായി മാറി. അല്ലെങ്കിൽ ഫലം കായ്ക്കാത്ത വൃക്ഷമായി മാറിയിട്ടുണ്ട്. ഹത്താ താറത്ത് ബഖിയത്തു ആസാരി സലഫി, മുൻഗാമികളുടെ അടയാളങ്ങളിൽ നിന്നുള്ള ബാക്കി ഉള്ളത് പറന്നുപോയി. അദ്റാജത്തിയാഹി, കാറ്റുകൾ പോയ വഴിയിൽ അതും പോയി കളഞ്ഞു. കാറ്റുകൾ പോയ വഴിയിൽ, കാറ്റ് കൊണ്ടുപോയ വഴിയിൽ, ആ കാറ്റ് പോകുന്ന വഴിയിലുള്ളത് മുഴുവനും കൊണ്ടുപോകും. അങ്ങനെയാണ് സാധാരണ. ഹത്താ താറത്ത് ബഖിയത്തു ആസാരി സലഫി, മുൻഗാമികളുടെ ഇൽമുകളിൽ നിന്ന് ബാക്കിയുള്ളവ പറന്നുപോയിട്ടുണ്ട്. അദ്റാജത്തിയാഹി, കാറ്റുകൾ പോയ വഴിയിൽ ആ അടയാളങ്ങളും പോയി കളഞ്ഞു എന്നാണ്. ഇവിടെ അദ്റാജിന് 3 തർക്കീബുണ്ട്. ഒന്ന് എന്താണ്? ലർഫിയത്തിന്റെ മേൽ നസ്ബാക്കപ്പെട്ടതാക്കാം. കാറ്റുകളുടെ വഴികളിൽ ആസാറുസലഫിൽ നിന്ന് ബാക്കി ഉള്ളത് പാറിപ്പോയി എന്നർത്ഥം. കാറ്റുകളുടെ വഴിയിൽ. അല്ലെങ്കിൽ എന്താണ്? അദ്റാജ എന്നുള്ളത് ഹാലാക്ക്. എങ്ങനെ? ഹത്താ താറത്ത് ബഖിയത്തു ആസാരി സലഫി, മുൻഗാമികളുടെ ആസാറ് കൊണ്ടുള്ള ഉദ്ദേശം ഇൽമാണ്, അടയാളങ്ങൾ. മുൻഗാമികളുടെ ഇൽമുകളാകുന്ന അടയാളങ്ങളിൽ നിന്ന് ബാക്കി ഉള്ളത് പാറിപ്പോയി. അദ്റാജത്തിയാഹി, കാറ്റുകളുടെ അവസ്ഥകളെപ്പോലെ, അത് തന്നെ കാറ്റുകളുടെ അവസ്ഥകളെപ്പോലെയായ നിലയിൽ ഹാലാക്കാം. കാറ്റുകളുടെ അവസ്ഥ എന്താണ്? കാറ്റുകളുടെ അവസ്ഥ, ആ കാറ്റ് പോകുന്നിടത്ത് എല്ലാത്തിനും അത് കൊണ്ടുപോകലാണ്. അതേപോലെ ആയ നിലയിൽ ഈ ഇൽമുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് ഹാലാവും. ഇനി അദ്റാജ് റിജാഹി മഫ്ഊല് മുത്തലക്ക്, കാറ്റുകളുടെ പാറല് പോലത്തെ പാറല് ഈ ഇൽമും പാറി. മഫ്ഊല് മുത്തലക്കായിട്ടും മാന വെക്കാം. അപ്പൊ എന്താവും? താറത്ത് ബഖിയത്തു ആസാരി സലഫി, മുൻഗാമികളുടെ ഇൽമുകളുടെ അടയാളങ്ങളിൽ നിന്ന് ബാക്കി ഉള്ളവ പാറിപ്പോയി. അദ്റാജത്തിയാഹി, കാറ്റുകളുടെ വഴിയിൽ എന്ന് പറഞ്ഞാൽ കാറ്റ് പോകുന്ന വഴിയിൽ അത് ആ വഴിയിലുള്ളതിനേക്കാണ് കൊണ്ടുപോകും. അതേപോലത്തെ പോവലാണ് ഈ മുൻഗാമികളുടെ ഇൽമുകളുടെ അസറുകൾ. ഈ ഫന്നിന്റെ ഉലമാക്കളുടെ അസറുകൾ മുഴുവനും പൊയ്ക്കളഞ്ഞു. ഉപകാരം ഉള്ളവർ ഇന്ന് ആരുമില്ല. എന്നിരിക്കെ ഇത് ഇപ്പോൾ ഇസ്ബാഹിനെ മുഖ്തസറാക്കേണ്ട ആവശ്യമില്ല.
മുത്തവ്വലിനെ മുഖ്തസറാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശാരിഹ് റഹിമഹുല്ലാ പറയുന്നത്. പിന്നെയോ വസാലത്ത് ഒലിച്ചുപോയി ബിഅഇനാകി മത്തായാത്തിൽ കല്ലഹാദീസി, ആ ഇസ്ബാഹ് എന്ന ശറഹിൽ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തതായ അത്ഭുതകരമായ മസ്അലകളുടെ ആ മസ്അലകളെ ചുമന്നതായ ഉലമാക്കളുടെ പെരടികളെ കൊണ്ട് ഒലിച്ചുപോയിട്ടുണ്ട്. അൽബിത്താഹു, മണലും ചരലുമുള്ള പ്രദേശങ്ങൾ ഒലിച്ചുപോയി. എന്നിരിക്കെ ഇപ്പോൾ മുത്തവ്വലിനെ മുഖ്തസറാക്കേണ്ട ആവശ്യമേ ഞാൻ കാണുന്നില്ല. അവസാനത്ത് എന്ന് പറഞ്ഞാൽ സാറത്തിന് ഇസ്തിആറ് ചെയ്തതാ. ആദ്യം സൈറിനെ സയലാനിനോട് തശ്ബീഹാക്കിയിട്ട് സൈറിന്റെ നിന്ന് സാറത്തിനെ ഇസ്തിആറത്ത് ചെയ്തു പിടിച്ചെടുത്തു. എന്നിട്ട് സാറത്തിനെ സയലാന്റെ ഫീലായ സാലത്തിനോട് തശ്ബീഹാക്കി. എന്നിട്ട് സാലത്തിന് വായ്പ വാങ്ങി. സാലത്ത് ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്താണ്? സഞ്ചരിച്ചു എന്നർത്ഥം. ഒലിക്കാൻ വെള്ളമൊന്നുമല്ലല്ലോ ഒലിക്കാന്. അപ്പൊ ബിഅഇനാകി മത്തായ തിൽക്കൽ അഹാദീസി, ഇസ്ബാഹ് എന്ന ശറഹിൽ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായ അത്ഭുതകരമായ മസ്അലകൾ വഹിച്ചതായ ഒട്ടകങ്ങളോട് തുല്യമായ ഉലമാക്കളുടെ പെരടികളെ കൊണ്ട് ഒലിച്ചുപോയി. അൽബിത്താഹു, ആരൊലിച്ചുപോയി? ചരൽ പ്രദേശമുള്ള സ്ഥലങ്ങൾ ഒലിച്ചുപോയി. ഇവിടെ പറയാനുള്ളത് സാലത്തിന്റെ മാന സാറത്ത്. അപ്പൊ സാറത്തിന് വേണ്ടി സാലത്തിന് ഇസ്തിആറത്ത് ചെയ്തു. ആദ്യം മസ്തറിൽ നടക്കണം. ഇസ്തിആറത്ത് തബഇയ്യത്താണ്. പിന്നെ ഇവിടെ ദസൂക്കി പറയുന്നുണ്ട്, ശബ്ബഹ സൈറ ബിസ്സയലാനി വസ്തുഇറ ലഹു ഇസ്മുഹു. എന്നിട്ട് വസ്തഖമിന സയലാനി സാലത്ത് ബിമാന സാലത്ത്. വഇന്നമാ അബ്ബറ ബിസാലത്ത്, സാലത്ത് കൊണ്ട് ഇബാറത്തിട്ടു ദൂന സാറത്ത്. സാറത്ത് എന്നതിനെ കൂടാതെ സാറത്ത് എന്ന് പറഞ്ഞാൽ പോരെ. അത് എന്തിലേക്ക് ഇശാറത്ത്? ഇലാ അന്ന സൈറലി ഖുവ്വത്തിഹി, ആ ഇൽമിന്റെ ശക്തിയായ സഞ്ചാരം, വേഗതയിലുള്ള പോക്ക്, അത് എന്താണ്? ബി മഹാബത്തി സൈലിൽ മാഈൻ, വെള്ളം വലിക്കുന്ന സ്ഥാനത്താണത്. വസാലത്ത് ബിഅഇനാകി, മത്തായ എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. ഒട്ടകത്തിനോട് ഉലമാക്കളെ തശ്ബീഹാക്കി. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോ ആ സൂക്ഷിക്കാൻ കൊടുത്ത അത്ഭുതകരമായ മസായില്, ആ മസായിലിനെ വഹിച്ചതായ ഉലമാക്കൾ, ആ ഉലമാക്കളുടെ പെരടികളെ കൊണ്ട് ഒലിച്ചുപോയി. ആര് ഒലിച്ചുപോയി? അൽബിത്താഹു, ആ ഉലമാക്കളുള്ള സ്ഥലം തന്നെയാണ് ഒലിച്ചുപോയി. ഈ ഫന്നിന്റെ ഒന്നും പോലും ഇവിടെ ബാക്കിയില്ല. എന്നിരിക്കെ ഇപ്പോൾ ഒരു മുത്തവ്വലിനെ മുഖ്തസറാക്കേണ്ട ആവശ്യമില്ല. ആവശ്യപ്പെട്ടവരാണെങ്കിലോ അതിന് അഹ്ലുകാരുമല്ല എന്നാണ്. വഅമ്മൽ അഖ്ദു വൽ ഇന്തിഹാബ്, പിന്നെ ഇവരിപ്പോ രണ്ട് കാര്യമാണ് മുഖ്തസറിനെ മുത്തവ്വലിനെ ചുരുക്കാൻ രണ്ട് കാര്യമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ചുരുക്കാം. ഒന്ന്, അവർക്ക് ഹിമ്മത്ത് കമ്മി. രണ്ടാമത്, മുത്തവ്വലിൽ നിന്ന് പിടിച്ചുപറിയും കൊള്ളയടിയും നടക്കുന്നുണ്ട്. ഈ രണ്ട് കാരണമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് ശാരിഹ് റഹിമഹുല്ലാ പറയുന്നു, വഅമ്മൽ അഖ്ദു വൽ ഇന്തിഹാബ്, അവർ രണ്ടാമത് പറഞ്ഞ കാരണം, വഅമ്മൽ അഖ്ദു വൽ ഇന്തിഹാബ് ഫഅംറുൻ യർതാഹു ലഹുൽ ലബീബു. അഹദും ഇന്തിഹാബും, പിടിച്ചുപറിയും കവർന്നെടുക്കലും കൊള്ളയടിയും, അത് ബുദ്ധിമാന്മാർ അതുകൊണ്ട് റാഹത്തെടുക്കുകയുള്ളൂ. ഒരു ആക്കിലിന്റെ സ്വഭാവം എന്താ? അവനിലുള്ളവർ മറ്റുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ,
മറ്റുള്ളവരിൽ നിന്ന് അവൻ ഒന്നും അഖ്ദ് ചെയ്യുകയില്ല. ഇതാണ് ഒരു ആഖിലിന്റെ ലക്ഷ്യം. ശഅ്ന് അതാണ്. മറ്റുള്ളവരിൽ നിന്ന് അവരെടുക്കുകയില്ല. അവരിൽ നിന്ന് ആര് കൊണ്ടുപോയാലും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അവർ ആവശ്യപ്പെട്ട രണ്ട് കാര്യം, ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ആദ്യത്തെ കാര്യം മുഖ്തസറാക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തത് അത് ഇഖ്തിസാറിന്റെ ഒരു കാരണമല്ല, അതാണ്. അപ്പോൾ ഇവിടെ അമ്മല്ലഹദു തഫ്സീലിയാണ്. അതിന്റെ മുക്കാബിലിനെ ഇവിടെ മഹദൂഫാണ്. മുക്കാബിലുഹ മഹദൂഫൻ തല്ലാലിഹി മദ്മൂനിൽ കലാമി സാബിത്തി ഐനി ഇൽമം മിന്നീൻ. അതായത് എല്ലാവരും ഇൽമം മിന്നി എന്ന് പറഞ്ഞ കലാമിൽ നിന്ന് കിട്ടും. എന്ത്? അതിന്റെ അവസാനത്തിൽ നിന്ന് കിട്ടുന്നത് കലാമിന്റെ അതിന്റെ മുക്കാബില മഹദൂഫാണെന്ന് കിട്ടും. അപ്പൊ അവര് രണ്ട് കാരണം പറഞ്ഞത്, ഒന്നെന്താണ് പറഞ്ഞ കാരണം ഹിമ്മത്ത് കമ്മി, രണ്ടാമത് അഹുദും ഇന്തിഹാബും. അപ്പോൾ സാരി പറയുന്നു അമ്മാമാ തക്കർത്തും മിൻ തക്കാസിൽ അല്ല ദസൂക്കി പറയുന്നു അമ്മാമാ തക്കർത്തും മിൻ തക്കാസുരിൽ ഹിമമി ഫദാലിക മിമ്മാ യുറഹിബു ഫിൽ ഇഖ്തിസാരി വയുഹമ്മിലു അലൈഹി. നിങ്ങൾ പറഞ്ഞ ഹിമ്മത്തിന്റെ ഇല്ലായ്മ അത് ഇഖ്തിസാറിനെ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. എപ്പോ? പക്ഷെ ലൗല അന്നി അലമു, ഞാനിത് അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, പക്ഷെ ഞാൻ അറിഞ്ഞതുകൊണ്ട് അത് എന്തിൽപ്പെട്ടതല്ല, ഇഖ്തിസാറിന്റെ തർഹീബിൽപ്പെട്ടതല്ല. എന്ത്? നിങ്ങൾ പറഞ്ഞതായ ഹിമ്മത്തില്ലായ്മ, മുത്തവ്വല് മനസ്സിലാക്കാനുള്ള മനസ്സ്, വലിയ മനസ്സ്, വിശാല മനസ്സ് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് എന്തിൽപ്പെട്ടത് തന്നെയാണ്? ആ വിശാല മനസ്സ് ഞങ്ങൾക്കില്ലാത്തത് മുത്തവ്വലിനെ മുഖ്തസറാക്കാനുള്ള കാരണമാണെങ്കിലും, പക്ഷേ എല്ലാവരും നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നൊരു കാര്യം, എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യം മനുഷ്യ കഴിവിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഇഖ്തിസാറിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാരണം നിങ്ങൾ പറഞ്ഞത്, അത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഹിമ്മത്തില്ലായ്മ, ആ വിശാല മനസ്സില്ലായ്മ ഇഖ്തിസാറിനുള്ള സബബാണെങ്കിലും, പക്ഷേ എനിക്കറിയാം നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലൊരു കിതാബ് കൊണ്ടുവരാൻ മനുഷ്യ ആവതിൽ കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാൻ ഇഖ്തിസാറിലേക്ക് ഇപ്പോൾ ഇഖ്തിസാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നിങ്ങൾ അത് പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്ത് തന്നെയാണ്? ഇഖ്തിസാറിന് കാരണമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ കൊണ്ടുവരാൻ മനുഷ്യ കുദറത്തിൽപ്പെട്ടതല്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് എന്താണ്? അഹ്ദ് ഇന്തിഹാബ്. അതെടുത്തോട്ടെ, അതുകൊണ്ട് നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആരെങ്കിലും കൊണ്ടുപോയിക്കൊട്ടടോ. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നീ ചുരുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ആക്കിലിന്റെ ശൈനല്ല. ആരെങ്കിലും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ കിതാബിനെ ചുരുക്കൽ അത് ഒരു ആക്കിലിന്റെ ശൈനല്ല. അമ്മൽ അഹുദു വല്ലിന്തിഹാബു, പിടിച്ചു പറയും എടുത്തുകൊണ്ടുപോകലും ഒക്കെ ഫഅംറുൻ യർതാഹു ലഹുൽ ലബീബു, അതിനുവേണ്ടി ലബീബ് സന്തോഷിക്കുക ചെയ്യുകയുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്, അത് കൊണ്ടുപോയിക്കോട്ടെ. ഫലില്ലർലി മിൻ കഅസിൽ കിറാമി നസീബു ശരിബ്നാ ഫഅഗ്റഖ്നാ അലൽ അർളി ജർഅത്തൻ ഫലില്ലർലി മിൻ കഅസിൽ കിറാമി നസീബു. കണ്ടോ? അവിടെ നമ്മൾ കുടിച്ചു, എന്നിട്ട് നമ്മൾ ചിന്തി അലൽ അർളി ജർഅത്തൻ, ഭൂമിയിൽ ഒരു മുറുക്കാണ് ചിന്തി. അത് മാന്യന്മാര് ചെയ്യുന്ന പണിയാണ്, അല്പം ഭൂമിയിലേക്ക് ഒഴിക്കൽ. ഫലില്ലർലി മിൻ കഅസിൽ കിറാമി നസീബു,
മാന്യന്മാര് കുടിച്ച വെള്ളത്തിൽ നിന്ന് വെള്ളത്തിന്റെ ബാക്കിയുള്ളതിൽ നിന്ന് ഭൂമിക്കൊരു വിഹിതം ഉണ്ടല്ലോ, ഒരു വീതം ഉണ്ടല്ലോ. അതാണ് ശരിബിന ഫാഹ്റഖ്ന അലൽ അർളി ജർഅത്തൻ ഫലിൽ അർളി മിൻ കസിൽ കിറാമി നസീബു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ കാരണം ഇഖ്തിസാറിന്റെ കാരണമാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യ കുതിരത്തിൽപ്പെട്ടതല്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാരണമാണെങ്കിലോ അത് ഇഖ്തിസാറിന്റെ കാരണവും അല്ല. അത് ബുദ്ധിയുള്ളവർ അതിന് സന്തോഷമേ ഉള്ളൂ. പിന്നെ അവർ കൊണ്ടുപോകുന്നത് കൈഫ യുൻഹറു അനിൽ അൻഹാരി സായിലൂന, എങ്ങനെയാണ് തടയപ്പെടുക വലിയ നദികളിൽ നിന്ന് അസ്സായിലൂന, ചോദിക്കുന്നവരെ എങ്ങനെ തടയപ്പെടും? മുത്തവ്വലാകുന്ന ആ വലിയ കിതാബിൽ ഒരുപാട് അത്ഭുതകരമായ മസ്അലകളും അസ്റാറുകളുമുണ്ട്. അങ്ങനത്തെ വലിയായ ഒരു സമുദ്രമല്ല, പല സമുദ്രങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് അല്പവും സ്വൽപ്പവും മറ്റുള്ളവര് സാധുക്കൾ കൊണ്ടുപോകുന്നതിനെ നമ്മൾ തടയുന്നത് എന്തിന്? അത് എങ്ങനെ തടയാൻ കഴിയും? വകൈഫ യുൻഹറു, എങ്ങനെ തടയപ്പെടും? അനിൽ അൻഹാരി, മുത്തവ്വലാകുന്ന ആ വലിയ കിതാബിലുള്ള സമുദ്രങ്ങളോട് തുല്യമായ വലിയ കിതാബിലുള്ള മസ്അലകളെ എങ്ങനെ തടയും? അസ്സായിലൂന, ചോദിക്കുന്നവരെ എങ്ങനെ തടയും? സംഗതി ചോദിക്കല്ലെങ്കിലും ഒരു ചോദിക്കുന്നവരോട് തശ്ബീഹാക്കിക്കാണ് ഈ പിടിച്ചുപറിക്കാരെ. വലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഇങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടിയാണ് അമല് ചെയ്യുന്നവർ അമല് ചെയ്യേണ്ടത്. വലിമിസ്ലി ഹാദാ എന്ന് പറഞ്ഞാല് ഹാദാ ഇവിടെ മുഫ്രദിലേക്കുള്ള ഇശാറത്താണ്. രണ്ട് കാര്യമാണ്, അഹ്ദി ഇന്തിഹാബ്. കാരണം ബിദാലി മുഫ്രദിൻ മുദക്കരിൻ നശിർ ബീദി വദിഹി തഅലൽ ഉൻസഖ്തസിർ വദാനി താനി ലിൽ മുസന്നൽ മുർതഫി വഫീ സിവാഹു ദൈനി തൈനി ദുർതുത്തി. അപ്പോൾ മിസ്ലി ഹാദൈനി എന്ന് പറയണം. പിന്നെ ഹാദ എന്ന് പറഞ്ഞത് അഹദിന്റെയും ഇന്തിഹാബിന്റെയും മഅന ഒന്നായതുകൊണ്ട് ഹാദാന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ നമുക്കും ചെയ്യാം. മുഷാർ ഇലൈഹി തസ്നിയായതുകൊണ്ട് ഇശാറത്തിന്റെ ഇസ്മിനെ തസ്നിയാക്കണമെന്നില്ല. രണ്ടും ഒരു മഅനാക്കായാൽ അല്ലെങ്കിൽ മദ്കൂർ എന്ന് മഅന വെച്ചാലും ഈ പറയപ്പെട്ട കാര്യം അതാണ്. അഫ്റദ ഇസ്മൽ ഇശാറത്തിൽ അന്നഹുമാ ബിമഅനൻ വാഹിദിൻ ഔലി തഅ്വീലിഹിമാ ബിൽ മദ്കൂരീൻ. അത് മദ്കൂർ എന്ന് വെച്ചാൽ പ്രശ്നവും കഴിഞ്ഞു. അപ്പൊ ഏത് തസ്നിയയിലേക്കും മുഫ്രദിന്റെ ഇശാറത്തിൽ ഇസ്മു കൊണ്ടുവരാന്ന് രീതി കിട്ടി. തസ്നിയാനെ തന്നെ പറഞ്ഞോളണമെന്നില്ല. വലിമിസ്ലി ഹാദൈനി എന്ന് പറയുന്നോടത്ത് വലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, ഫല്യഅമലിൽ ആമിലൂൻ. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ അത് കൊണ്ടുപോയിക്കോട്ടെ, കിതാബിലുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ. കൈഫ യുൻഹറു, എങ്ങനെ തടയപ്പെടും? അനിൽ അൻഹാരി, വലിയതായ സമുദ്രങ്ങളിൽ നിന്ന് അസ്സായിലൂന, ചോദിക്കുന്നവരെ. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടാനുള്ള അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് തൈകൾ, വൃക്ഷങ്ങൾ നടുന്നോടത്തൊക്കെ ഒരു മാവ് നട്ടു, അതിൽ നിന്ന് മാങ്ങകൾ പലരും കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് ഒരു ആക്കിലായ മനുഷ്യൻ കരുതേണ്ടത്. ആരെങ്കിലും കുട്ടികൾ മാങ്ങെടുത്തല്ല അവരെ ചീത്ത പറയലല്ല. സുമ്മമാ സാദത്തുഹും, പിന്നെ അവർക്ക് ജാസ്തിയാക്കിയിട്ടില്ല മുദാഫഅത്തി. അപ്പോൾ ഇവർ പറഞ്ഞ കാരണങ്ങളൊന്നും ഇഖ്തിസാറിന്റെ കാരണങ്ങളല്ല. അതുകൊണ്ട് ശാരിഹ് റഹിമഹുള്ള ആ വിഷയത്തിൽ നിന്ന് എന്താവുകയാണ്? പിന്തിരിയുകയാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുമ്മമാ സാദത്തുഹും, അങ്ങനെ പല പ്രാവശ്യം അവർ ചുരുക്കാൻ ആവശ്യപ്പെട്ടു. സുമ്മമാ സാദത്തുഹും മുദാഫഅത്തി, എന്റെ പല പ്രാവശ്യമുള്ള തടസ്സം.
അവരെ എതിർക്കൽ അവരോട്, അവര് ആവശ്യപ്പെട്ടതിനെ സ്വീകരിക്കാതിരിക്കല്, ജാസ്തിയാക്കിയിട്ടില്ല. ഇല്ലാ ശഗ്ഫൻ വഗറാമ, ഇല്ലാ ശഗ്ഫ, ഇതിനെ ചുരുക്കൽ എന്ന ആവശ്യത്തിനോടുള്ള സ്നേഹത്തെയല്ലാതെ, വഗറാമ, അതിയായ താൽപര്യത്തിനെയും അല്ലാതെ. എന്നോട് ചുരുക്കണം എന്ന് അവർ പറയുമ്പോഴൊക്കെ ഞാൻ അതിന് തടസ്സം നിൽക്കുകയും, എത്രത്തോളം തടസ്സം നിൽക്കുന്നുവോ അത്രത്തോളം അവര് അത് ഇഖ്തിസാറിനോടുള്ള താൽപര്യവും സ്നേഹവും പ്രകടിപ്പിക്കലിനെ വർദ്ധിപ്പിക്കുകയാണ്. വളമഅൻ ഫീ ഹവാജിരി ത്വലബി വഉവാമാ, വളമഅൻ ദാഹത്തെയുമല്ലാതെ, ദാഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നർത്ഥം. ഫീ ഹവാജിരി തലബി, നട്ടുച്ചയോട് തുല്യമായ, ഇസ്ബാഹിനെ ചുരുക്കൽ എന്ന ആവശ്യത്തിലുള്ള ആഗ്രഹത്തിനെയുമല്ലാതെ അവർ ജാസ്തിയാക്കിയിട്ടില്ല. ലമഅൻ എന്നുള്ള റഗ്ബത്തിന് ഇസ്തിആറത്ത് ചെയ്തത്, ലമഅൻ എന്ന് പറഞ്ഞാൽ റഗ്ബത്തൻ, ആഗ്രഹത്തിനെ അല്ലാതെ അവിടെ ഇസ്തിആറത്ത് നടന്നിട്ടുണ്ട്. ഫി ഹവാജിരി തലബി, തലബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? ഇഖ്തിസാർ ചെയ്യലാണ്. മുത്തവ്വലിനെ അഥവാ ഇസ്ബാഹിനെ ചുരുക്കൽ. ആ ചുരുക്കലിനെ എന്തിനോട് തശ്ബീഹാക്കി? നട്ടുച്ചയോട് തശ്ബീഹാക്കി. അതായത് ചുരുക്കൽ എന്നത് ആ ചുരുക്കലിന് ആവശ്യപ്പെടല്, ആ ആവശ്യപ്പെടലിനെ ഒരു നട്ടുച്ചയോട് തശ്ബീഹാക്കി. കാരണം ആവശ്യപ്പെട്ട് ദാഹം ചൂടായിപ്പോയി, ഉച്ചസമയത്തുള്ള ചൂട് പോലെ. അപ്പോൾ ഇസ്മാഹിനെ ചുരുക്കൽ എന്ന ആവശ്യം, നട്ടുച്ചയോട് തുല്യമായ ഇസ്മാഹിനെ ചുരുക്കൽ എന്ന ആവശ്യത്തിലുള്ള ആഗ്രഹത്തെയുമല്ലാതെ അവര് ജാസ്തിയാക്കിയിട്ടില്ല. അവർക്കതിനോട് ഇഖ്തിസാറിനോട് സ്നേഹവും താൽപര്യവും കൂടിക്കൂടി വരികയാണ് ഞാൻ തടസ്സം നിൽക്കുമ്പോഴൊക്കെ. ഒലമഅൻ, ദാഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനെയുമല്ലാതെ, റഹ്ബത്തിനെ ദാഹത്തിനോട് ലമഇനോട് തശ്ബീഹാക്കിയതാണ്. എന്നിട്ട് മുശബ്ബഹ് ബിഹിയെ പറഞ്ഞതാണ്. മുശബ്ബഹ് ബിഹിന്റെ മുലായിമ ഫീ ഹവാജിരിയും പറഞ്ഞു. ഉച്ച സമയത്ത് നട്ടുച്ചക്കാണല്ലോ കൂടുതൽ ദാഹം ഉണ്ടാവുക. അപ്പൊ ഇസ്തിആറത്ത് മുസറഹത്തും മുറശഹത്തുമുണ്ട്. വഉവാമാ, അപ്പൊ നട്ടുച്ചയോട് തുല്യമായ കിതാബിനെ ചുരുക്കൽ എന്ന ആവശ്യം, ആ ആവശ്യത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിക്കലിനെയും അല്ലാതെ. വഉവാമാ, അതിയായ വഉവാമ എന്ന് പറഞ്ഞാൽ ശക്തിയായ ദാഹത്തെയുമല്ലാതെ എന്നർത്ഥം. ഉവാമെന്ന് പറഞ്ഞാല് ബിളമ്മിൽ ലംസത്തി ഹറാറത്തുൽ അത്ശ്, ദാഹമുണ്ടായാലുള്ള ചൂട്. അപ്പൊ ലമഇന്റെ മേൽ ലത്ഫ് ചെയ്ത് ലാസിമിനെ മൻസൂബിന്റെ മേൽ ലത്ഫ് ചെയ്തതാ. കാരണം ദാഹത്താൽ ഉണ്ടാകുന്നതാണ് ചൂട്. അപ്പൊ ലാസിമാണ് ഇത് ഉവാമൻ. ലമഇനക്ക് ലാസിമാണ് ഉവാമ്. എന്നിട്ട് ഇവിടെ ഉവാമ കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ എന്താണ്? അതിന്റെ ലാസിമ്, ഉവാമിന്റെ ലാസിമ്. കാരണം ചൂടുണ്ടായാലാണ് എന്ത് താല്പര്യമുണ്ടാകുക. അപ്പൊ താല്പര്യം എന്നാണ് അർത്ഥം. ഉവാമ. അങ്ങനെ ഫന്തസബുത്തുലി ശറഹിൽ കിതാബ്, തൽഖീസുൽ മിഫ്താഹിന് ശറഹെയ്താൻ ഞാൻ എഴുന്നേറ്റ് നിന്നു. അലാ വഫ്കി മുഖ്തറഹിം, അവരുടെ മുന്നൊരുക്കമില്ലാത്ത ചോദ്യത്തിനോട് യോജിച്ചിട്ട്, അവരുടെ മുന്നൊരുക്കമില്ലാത്ത ചോദ്യത്തിനോട് യോജിച്ചും കൊണ്ട് തൽഖീസുൽ മിഫ്താഹിന് ശറഹെയ്താൻ ഞാൻ എഴുന്നേറ്റ് നിന്നു. സാനിയൻ, ഒരു രണ്ടാം എഴുന്നേറ്റ് നിന്നു. ഒന്നാമത്തത് ഇസ്ബാഹാണ്, രണ്ടാമത്തത് ഇഖ്തിസാർ ചെയ്യൽ, മുഖ്തസർ എന്ന ഗ്രന്ഥം രചിക്കൽ. എഴുന്നേറ്റ് നിന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.